ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എവിടെ മരുമോള്? ഇത്രയും ദിവസം ചെല്ലും ചെലവും കൊടുത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ച മാതൃക ആ മരുമോളല്ലേ? പടി ഇറങ്ങുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞ് യാത്ര ചോദിക്കേണ്ട ഒരു മര്യാദയില്ലേ? 10 മാസം വൈദ്യ ചുമന്ന് പ്രസവിച്ച സ്വന്തം അമ്മയെ ദ്രോഹിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും നിനക്ക് നൊന്തില്ല. അഹങ്കാരം കൊണ്ട് സ്വയം മറന്ന് മതിച്ച് നടക്കുന്ന ഭാര്യയെ തല്ലിയപ്പോ വല്ലാതെ നൊന്തു അല്ലേ? നിന്നെ പോലൊരു പരനാരയ്ക്ക് ജന്മം കൊടുത്തതിൽ ഞാനിന്ന് ലജ്ജിക്കുന്നു. ഇങ്ങോട്ട് മാറി നിൽക്കടാ അച്ചിക്കോന്ത. പാല് തുറക്ക്. സൗകര്യമില്ല. നീ തുറക്കുന്നോ അതോ ഒരു വാതിൽ കൂടി ഞാൻ ചവിട്ടി പൊളിക്കണോ? ഒരു സ്ത്രീയെ അന്യായമായി തടങ്കിൽ പാർപ്പിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റം. പോലീസിനെ അറിയിച്ച കുറുപ്പിന്റെ മോൾക്ക് അകത്ത് കിടക്കേണ്ടി വരും. ആ മാർഗവും ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇതിലേതാ ചെയ്യേണ്ടതെന്ന് നീ നിന്റെ അച്ഛയോട് ചോദിക്കും മനോജ. അമ്മ, ആ ഫോണിങ് എടുക്ക്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കട്ടെ. ഞാൻ വിളിക്കാം ചേച്ചി. വേണ്ട. എടാ, ഇവള് നാഴികയ്ക്ക് 40 വട്ടം പറയുമല്ലോ മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മോളെന്ന്. ആ ഇവളെയോ ഇവളെ ജനിപ്പിച്ച കരുണാകരക്കുറുപ്പിന്റെയോ മാനം കാക്കാൻ വേണ്ടിയല്ല ഞാൻ പോലീസിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്. നീയും നിന്റെ നെറികെട്ട കെട്ടിയോളും കൂടി പൂട്ടിയിട്ടിരിക്കുന്നത് സ്വർണ്ണ കരണ്ടിയുമായി കൊട്ടാരത്തിൽ പിറന്നവളെയാ. ഇന്ന് രാജഭരണമായിരുന്നെങ്കിൽ റാണിപ്പട്ടം കിട്ടേണ്ടവൾ. അവളുടെ മാനം കാക്കാനാ ഈ പാവപ്പെട്ട മാധവൻ നായർക്കൊപ്പം ഇറങ്ങി വന്നതല്ല എന്റെ ചന്ദ്രു ചെയ്ത തെറ്റ്. നിന്നെ പോലൊരു ആണും പെണ്ണും കെട്ടവനെ പെറ്റു വളർത്തിയതാ. അച്ഛനോ? അമ്മയില്ലാത്തവൻ എന്താ അച്ഛനടാ? തുറക്കടാ വാതില്. ചന്ദ്രികേ, ചന്ദ്രികേ, ചന്ദ്രു. മാധവേട്ടാ, മാധവേട്ടാ. ചന്ദ്രു, 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 ചന്ദ്രു. സുചിത്ര, മരുമോളുടെ വീട്ടിൽ പരമസുഖമാണെന്ന് പറഞ്ഞ് പലരുടെയും മുന്നിൽ വെളുക്ക ചിരിച്ചു അല്ലേ? എന്നോട് വേണമായിരുന്നോ ചന്ദ്രു? വേണ്ട. ഇതുവരെ ഒളിപ്പിച്ച കണ്ണീരൊക്കെ കരഞ്ഞു തീർക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും. വീട്ടിൽ ചെന്നിരുന്ന കഥകൾ പറഞ്ഞ് കണ്ണീരൊഴുക്കാം. നമ്മൾ ഇറങ്ങുന്നു. നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തോ. ഉടനെ ഇറങ്ങണം. ആ.
എല്ലാം മറക്കാതെടുത്തില്ലേ? ഒന്നും മറന്നിട്ടില്ല. ആ, എവിടെ മരുമോള്? ഇത്രയും ദിവസം ചെല്ലും ചെലവും കൊടുത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ച മാതൃകാ മരുമോളല്ലേ? പടി ഇറങ്ങുന്നതിന് മുമ്പ് നന്ദി പറഞ്ഞ് യാത്ര ചോദിക്കേണ്ട ഒരു മര്യാദയില്ലേ? എവിടെയാടാ നിന്റെ ഭാര്യ? അവളോട് യാത്ര ചോദിക്കാനൊന്നും ആരും നിക്കണ്ട. നിന്റെ അമ്മയുടെ ജീവനെടുക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. അത് നടക്കാതെ പോയതിന്റെ പക അടങ്ങിയിട്ടുണ്ടാവില്ല നിന്റെ അച്ചിക്ക്. മകനോടൊപ്പം ഒളിച്ചോടി വന്ന പെണ്ണിനെ ആരതി ഒഴിഞ്ഞു സ്വീകരിച്ചവളാ നിന്റെ അമ്മ ചന്ദ്രിക. പലരും കുത്തുവാക്ക് പറഞ്ഞപ്പോഴും ഹരിത എനിക്ക് മരുമകളല്ല സ്വന്തം മകളാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞവളാ ചന്ദ്രിക. മരുമോളെ മൃഷ്ടാന്ന് ഊട്ടിയിട്ട് അടിമുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന ചന്ദ്രികയെ നീ കണ്ടിട്ടില്ലടാ. ഭർത്താവായ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും രണ്ടും വട്ടമല്ല, ഒരുപാട് വട്ടം. സ്വന്തമായൊരു വീടും ധൂർത്തടിക്കാൻ പണവും കിട്ടിയപ്പോ ആ അമ്മായിയമ്മയെ കൊണ്ട് തന്നെ അടിമപ്പണി ചെയ്യിച്ചു. നന്ദിയുണ്ടെന്ന് പറഞ്ഞേക്കടാ നിന്റെ ഭാര്യയോട്. മതി മാധവേട്ട. മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി ചെയ്ത ത്യാഗങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വരയായിട്ട് കണ്ടാ മതി. നമുക്കിറങ്ങാം. ആ, ഇറങ്ങാം. മോനെ, മാനത്തെ കൊട്ട